ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഞാനും അദ്ദിക്കുട്ടനും കൂടി അമ്പലത്തിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് വേണം അദ്ദിക്കുട്ടന് സ്കൂളിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏറിയ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടുകയാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. പിന്നെ ഞാൻ ഇതാ എൻ്റെ സെറ്റ് സാരി കണ്ടു, അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ അമ്പലത്തിൽ ചളഞ്ഞു ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്. പിന്നെ ഇതാ അമ്പലത്തിലെത്തിയിട്ടോ. അപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇന്ന് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിക്കാളാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മനസ്സിനൊരു സമാധാനമല്ലേ അല്ലേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ വന്ന് ഇതാ ഷീട്ടാക്കി കേട്ടോ. അപ്പോൾ അദ്ദിക്കിന് കുറേ ദിവസമായിട്ടോ അദ്ദിക്ക് പറയുന്നത് അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ അതിലല്ല വഴി ഇതിലെ വഴി എന്ന് പറഞ്ഞ് കാണിച്ചു തരിക കേട്ടോ. എന്നെക്കാട്ടും കൂടുതൽ ഓനറിയാം ഏത് ഞാൻ ചെറുപ്പം തൊട്ടേ പോണ അമ്പലം കേട്ടോ. പക്ഷേ വഴികളൊക്കെ ഓൻ എന്നെക്കാട്ടും കൂടുതൽ അറിയാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ തൊഴുത് ഇറങ്ങുകയാണ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് സാരി ഉടുത്തതിനെ കൊണ്ടായിരിക്കാം എനിക്ക് എന്തോ എന്താ പറയുക, കുറേ ആയിട്ടോ ഞാൻ അങ്ങനെ ഉടുത്തിട്ട്. അങ്ങനെ ഉടുക്കലില്ല, അതും ചുരിദാറാണ് ഇടത്. ഇപ്പം എന്തോ ഒരു സുഖം സാരി ഉടുത്തപ്പോൾ. പിന്നെ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി, വഴിപാടൊക്കെ കഴിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദിക്കുട്ടൻ്റെ കണ്ണ് കണ്ടോ നിങ്ങൾ? കിടന്നുറങ്ങുന്ന സമയത്ത് എറുമ്പ് കടിച്ചതാട്ടോ കണ്ണിന്. എറുമ്പാണോ എന്താണെന്നറിയില്ല, കണ്ടിട്ട് എറുമ്പ് കടിച്ച പോലെ തോന്നുന്നുണ്ട്. അപ്പം അതാ കണ്ണൊക്കെ വീർത്തുക്കുന്നു, എന്തോ വേദന ഉണ്ടോ അവന്, ചെറുങ്ങനായിട്ട് വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ പോകാൻ, പക്ഷേ സ്കൂളിൽ പോകുന്ന കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല, അവൻ പോകണമെന്ന് തന്നെ പറയണം കേട്ടോ. അപ്പോൾ അതാ കയ്യൊക്കെ വീതിതാ കുട്ടപ്പനായിട്ട് പോവുകയാണ്. പിന്നെ അവന് ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് ഇടപഴകുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. ഇനി അദ്ദിക്കുട്ടനെ ഒരു കാര്യങ്ങൾ ഒരുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ടിഫിനൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഇതാ ചായ കൊടുക്കുക കേട്ടോ. അവൻ അതിൻ്റെ ഇടയ്ക്ക് ഹോംവർക്ക്, ഞാൻ ഇന്നലെ രാത്രിയെ പറഞ്ഞിരിക്കുന്നു ഹോംവർക്കൊക്കെ വേഗം ചെയ്ത് വെക്കണം എന്നാ കേട്ടില്ല കേട്ടോ. അപ്പോൾ അത് അപ്പം കുത്തിന് ഹോംവർക്ക് ചെയ്യുകയാണ്. അവൻ അപ്പം തന്നെ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് മനസ്സിലാവും കേട്ടോ, വേഗം പഠിക്കും കേട്ടോ അവൻ. അപ്പോൾ ആ കട്ടൻ ചായ കേട്ടോ കുടിക്കുന്നത്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ കേട്ടോ കട്ടൻ ചായ. പാൽ കറന്ന ചായ കുടിക്കൂല കേട്ടോ. അങ്ങനെയാണ് അവ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാ അവനെ വേഗം മാറ്റി ഒരുക്കി ഇതാ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഡ്രസ്സ് കണ്ടോ, എൻ്റെ ടോപ്പ് അടിപൊളിയല്ലേ. പിന്നെ അതാ ഡാൻസ് കളിക്കുന്ന കേട്ടോ. ഡാൻസ് കളിച്ച് സ്കൂളിൽ പോകാൻ ഒരു കുഴപ്പമില്ല കേട്ടോ, പോവുകയാണേ. അങ്ങനെ ഞാൻ ഇന്ന് നേരം വൈകിയല്ലോ, അമ്പലത്തിൽ പോയതുകൊണ്ട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓട്ടോറിക്ഷയൊക്കെ പോയി. അപ്പോൾ ഞാൻ എന്താക്കി സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ടൂറ് പോകുന്നുണ്ട് ഈ അടുത്ത ദിവസം, അതിൻ്റെ ഒരു ത്രില്ലിലാട്ടോ അവൻ സ്കൂളിൽ പോകുന്നത്. പിന്നെ ആ വീട്ടിലെത്തി, അവനെ കൊണ്ടാക്കി വീട്ടിലെത്തിയത് അമ്മയും ഏച്ചിയും വാവയും കൂടെ കളിക്കുന്നു കേട്ടോ. ഏച്ചി പ്രസവിച്ചിട്ട് ഇപ്പോൾ 90 ആവുന്നേ ഉള്ളൂ കേട്ടോ, ജനുവരിക്ക് 90 ആവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് കാണിക്കാത്തത്. പിന്നെ എന്നുണ്ടെങ്കിൽ വാവയായിട്ട് കളിക്കുക കേട്ടോ. അതുകൊണ്ട് വാവയായിട്ട് കളിക്കുമ്പോൾ സമയം പോണത് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഞങ്ങളെ പുതിയ വീഡിയോ കാണുന്നവരേക്കും ബായ്.